ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേജ് 52-ലെത്തി. അടുത്തത് അന ഫിൽ മദ്രസത്തി സ്ഥാനവിയത്തി. അസ്ഥാനവിയത്തു എന്ന് പറഞ്ഞാൽ സെക്കൻഡറി. അപ്പോൾ മദ്രസത്തു സ്ഥാനവിയത്തു എന്ന് പറഞ്ഞാൽ മദ്രസത്തു സ്ഥാനവിയത്തു എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്കൂൾ. ഞാൻ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ അന മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ മദ്രസത്തി ഇസ്മ മജ്റൂർ ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അപ്പോൾ ആ മദ്രസനെ വിശേഷിപ്പിക്കുകയാണ് അസ്ഥാനവിയത്തി, സെക്കൻഡറി. ആ മദ്രസൻ്റെ വിശേഷണം എന്താ? അത് സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ ഫി ഹർഫുജർ വന്നുകൊണ്ട് മദ്രസത്തു എന്നുള്ളത് എന്തായി? മദ്രസത്തി എന്നായി. കാരണം ഹർഫുജർ വന്നാൽ പിന്നെ ഇസ്മ മജ്റൂർ. അപ്പോൾ മദ്രസത്തിനെ ഇനി വിശേഷിപ്പിക്കുന്നതും എന്തായിരിക്കണം? കസറായിരിക്കണം. അപ്പോൾ അസ്ഥാനവിയത്തി, അതുകൊണ്ടാണ് കസറായത്. പിന്നെ മദ്രസത്തു സ്ത്രീലിംഗാണ്, മുഅന്നസാണ്. അപ്പോൾ അസ്ഥാനവിയത്തു, അത് കസറായുണ്ട് അസ്ഥാനവിയത്തി. പിന്നെ മദ്രസക്ക് അലിഫ്ലാമുണ്ട്. അപ്പോൾ സാനവിയക്കും അലിഫ്ലാം. പിന്നെ മദ്രസ ഒറ്റ മദ്രസയാണ്. അപ്പോൾ അതങ്ങനെ വരുള്ളൂ, അസ്ഥാനവിയത്തി. അപ്പോൾ നായത്ത് മന്നൂത്ത്. അടുത്തത് ദഹബർ റജുലുൽ ഫക്കീറു ഇലൽ വസീറി. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. അപ്പോൾ ദഹബർ റജുലു. അപ്പോൾ ഇത് ജുംല ഇസ്മിയാണോ ഫീലിയാണോ? ഫീലിയാണ്. കാരണം തുടങ്ങിയത് ഫീല് കൊണ്ടാണ്. ദഹബ നമ്മൾ പഠിച്ചത് ദഹബ ഫീലാണ്, അവൻ പോയി. അപ്പോൾ ആ പോകുന്ന ക്രിയ, ആ കർമ്മ ആരാ ചെയ്യുന്നത്? റജുലു, പുരുഷൻ പോയി. അപ്പോൾ ദഹബർ റജുലു. ആ റജുലിൻ്റെ അടയാളം എന്തായിരിക്കണം? ലമ്മത്തായിരിക്കണോ, ഫതഹത്തായിരിക്കണോ, കസറത്തായിരിക്കണോ? ഇവിടെ റജുൽ എന്താ? റജുലാണ് കർത്താവ്. ആ പോകുന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരാ? റജുലു. അപ്പോൾ ആ റജുൽ ഫായിലാണ്, കർത്താവാണ്. ഫായിൽ കർത്താവിൻ്റെ അടയാളം എപ്പോഴും എന്താ? മർഫൂ. അപ്പോൾ ദഹബർ റജുലു എന്നേ പറയാൻ പാടുള്ളൂ. നമ്മൾ പഠിച്ചതാ. ഫായിലിൻ്റെ അടയാളം എന്തായിരിക്കണം? മർഫൂ. ആ മൻസൂബല്ല, മജ്റൂറല്ല. അപ്പോൾ ദഹബർ റജുലു എന്ന് എഴുതാൻ പാടുള്ളൂ. ദഹബർ റജുല, ദഹബർ റജുലി എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ ദഹബർ റജുലു, ഫായിലാണ് റജുൽ. അപ്പോൾ അത് മർഫൂ ആയിരിക്കണം. എപ്പോഴും ലമ്മത്താണ് ഫായിൽ. ഫായിലാണോ? ലമ്മത്താണ്, മർഫൂ ആണ്. അപ്പോൾ ദഹബർ റജുലു. ഇനി ആ റജുലിനെ വിശേഷിപ്പിക്കുക എന്ത്? ദരിദ്രനാണ് റജുൽ. അപ്പോൾ ഫക്കീർ. അപ്പോൾ ഫക്കീറിൻ്റെ അടയാളം എന്തായിരിക്കണം? മർഫൂ. കാരണം റജുൽ മർഫൂ ആയതുകൊണ്ട് അതിൻ്റെ നായത്ത് ഫക്കീറും എന്തായിരിക്കണം? മർഫൂ. അപ്പോൾ റജുലുൽ ഫക്കീറു. ബാക്കിയൊക്കെ ഒരേപോലെ ഉണ്ട്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. പുരുഷനാണ്, പുരുഷരാണ്. അലിഫ്ലാമുണ്ട്, അലിഫ്ലാം ഉണ്ട്. ഇല എന്താ? ഹർഫുജർ. വസീറി കസറായി. ഹർഫുജർ വന്നാൽ പിന്നെ വസീറി കസർ, ഇസ്മ മജ്റൂർ. ജാറും മജ്റൂർ ഷിബു ജുംല. ഖബർ എന്ന് പറയോ? പറയൂല. കാരണം ഇതിന് മുബ്തദ ഇല്ല. ഇത് ജുംല ഫീലിയാണ്, ഫീല് കൊണ്ട് തുടങ്ങിയ ജുംലയാണ്. അപ്പോൾ അതിന് മുബ്തദയും ഖബറും ഉണ്ടാവില്ല. അപ്പോൾ ഹർഫുജർ, ഇസ്മുജർ, മജ്റൂർ, ജാറും മജ്റൂർ ഷിബു ജുംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഖബർ എന്ന് പറയൂല. കാരണം ഇത് ഖബറല്ല, ഇത് ഖബറിന് മുബ്തദ ഇല്ല. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് ജലസ ത്വാലിബുൽ ജദീദു ഖൽഫ ഹാമിദിൻ. അപ്പോൾ മുകളിലത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം, ദരിദ്രനായ പുരുഷൻ മന്ത്രിയുടെ അടുത്തേക്ക് പോയി, മന്ത്രിയുടെ അടുത്തേക്ക് പോയി. അതാണ് അതിൻ്റെ പരിഭാഷ. ഓക്കെ, മന്ത്രിയുടെ അടുത്തേക്ക് ദരിദ്രനായ പുരുഷൻ പോയി. ഓക്കെ. അടുത്തത് ജലസ ത്വാലിബുൽ ജദീദു ഖൽഫ ഹാമിദിൻ. ഖൽഫ നമ്മൾ പഠിച്ചതാണ് ലർഫ്, പിന്നിൽ. അപ്പോൾ ഹാമിദിൻ്റെ പിന്നിൽ പുതിയ വിദ്യാർത്ഥി ഇരുന്നു. ഹാമിദിൻ്റെ പിന്നിൽ പുതിയ വിദ്യാർത്ഥി ഇരുന്നു. ജലസ അവനിരുന്നു. ആരിരുന്നു? അത്വാലിബു, വിദ്യാർത്ഥി ഇരുന്നു. അപ്പോൾ ത്വാലിബാണ് ഫായിൽ. ആ ഇരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതാരാ? അത്വാലിബു. അപ്പോൾ ത്വാലിബു എന്നായിരിക്കണം. അടയാളം എന്തായിരിക്കണം? മർഫൂ. കാരണം ത്വാലിബാണ് ഫായിൽ, കർത്താവ്. കർത്താവ് ഫായിൽ എപ്പോഴും
മർഫു ആണ്. അപ്പോൾ ജലസ ത്വാലിബു, പിന്നെ അതിനെ വിശേഷിപ്പിക്കുക അൽ ജദീദു, അത് മർഫു ആയിരിക്കണം. ഖൽഫ ഹാമിദിൻ, ഖൽഫ ലർഫാണ് പിന്നിൽ, ഹാമിദിൻ്റെ പിന്നിൽ, ഖൽഫ ഹാമിദിൻ. അപ്പോൾ ഖൽഫ ലർഫിന് ശേഷം ഒരു ഇസ്മ വന്നു ഹാമിദ്, അതിൻ്റെ അടയാളം എന്തായിരിക്കണം? ഹാമിദിൻ, കസ്റായിരിക്കണം. മുദാഫിലെ മജ്റൂർ. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഇത് നോക്ക്, ഇതിനൊന്നും ഹർക്കത്തില്ല, അടയാളില്ല. ഇപ്പം നമുക്കറിയാം എങ്ങനെ ഹർക്കത്തിടണമെന്ന്. ജലസ അത്വാലിബു അൽ ജദീദു ഖൽഫ ഹാമിദിൻ. അർത്ഥം അറിയാം. ലർഫിന് ശേഷം മുദാഫിലെ മജ്റൂർ വന്നാൽ ഖൽഫ ഹാമിദിൻ എങ്ങനെ പരിഭാഷപ്പെടുത്താം? ഹാമിദിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അതിൻ്റെ സന്ദർഭം പോലെ യുടേന്നും അർത്ഥം വരാം. പിന്നെ അത്വാലിബുൽ ജദീദു, പുതിയ വിദ്യാർത്ഥി, ജലസ ഇരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ്, ഹർക്കത്തില്ലാത്തത് വായിക്കാൻ പറ്റും, നമുക്ക് പരിഭാഷപ്പെടുത്താനും പറ്റും. നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ തെറ്റാനും സാധ്യത കുറവാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വാക്യം കിട്ടുമ്പോൾ ചുരുങ്ങിയത് നമുക്കത് ഫീലാണോ എന്ന് മനസ്സിലാകുന്നുണ്ട്, ഇസ്മേതാന്ന് മനസ്സിലാകുന്നുണ്ട്, നായത്തേതാന്ന് മനസ്സിലാകുന്നുണ്ട്, ലർഫ് ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ട്, ഹർഫുജർ ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഹർഫുജർ വന്ന ഇപ്പുറം കസ്റിടണമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ലർഫ് വന്നിട്ട് അതിൻ്റെ ഇപ്പുറം ഒരു ഇസ്മുണ്ടെങ്കിൽ അതിന് കസ്റിടണമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഫായിൽ വന്നാൽ അതിന് ലമ്മത്തിടണമെന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ഫായിലിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിശേഷണത്തിന് ലമ്മത്തിടണമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സക്കീനു അൽ കബീറു ഹാദ്ദുൻ ജിദ്ദൻ. ആ വലിയ കത്തി വളരെ മൂർച്ചയുള്ളതാണ്. അപ്പോൾ ഹാദുൻ എന്താ? മൂർച്ച, ഷാർപ്പ്. ജിദ്ദൻ വളരെ, വളരെ എന്ന് പറയാനാണ് ജിദ്ദൻ എന്ന് പറയാം, വെരി. അപ്പോൾ സിക്കീനു കത്തി, അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുക അൽ കബീറു വലിയ കത്തി. ആ വലിയ കത്തി ഹാദുൻ മൂർച്ചയുള്ളതാണ്, ജിദ്ദൻ വളരെ. അപ്പോൾ സക്കീനു മുബ്തദഉൻ മർഫൂൻ, കാരണം ആരംഭിക്കുന്ന ഇസ്മാണ്, അപ്പോൾ ജുംല ഇസ്മിയാണ്. അതിൻ്റെ വിശേഷണം അൽ കബീറു, അപ്പോൾ മുബ്തദ മർഫൂ ആയതുകൊണ്ട് അസ്സക്കീനു, അതിൻ്റെ നായത്ത് അൽ കബീറു എന്തായിരിക്കണം? ലമ്മത്തായിരിക്കണം, മർഫൂ ആയിരിക്കണം. അപ്പോൾ അസ്സക്കീനുൽ കബീറു ഹാദുൻ, അതാണ് ഖബർ, അതാണ് ഖബർ, വളരെ മൂർച്ചയുള്ളതാണ്. പിന്നെ ജിദ്ദൻ നമ്മൾ ഇൻഷാ അല്ലാഹ് ബുക്ക് 3 ആയാലേ പഠിക്കുകയുള്ളൂ, 3ാമത്തെ പുസ്തകത്തിലെ പഠിക്കുകയുള്ളൂ. വളരെ, ഇപ്പോൾ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി, അത് ജിദ്ദൻ. ഓക്കെ, അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്തത് മൻ ഹാദൽ വലതുൽ കസീറു, ഈ കുറുതായ മനുഷ്യൻ ആരാണ്? ഓക്കെ, കസീർ എന്ന് പറഞ്ഞാൽ ചെറുത്, കുറുതായത്. ഹു ബനുൽ മുദർരിസിൽ ജദീദി, അദ്ദേഹം, യാ കുട്ടി എന്താണ്? പുതിയ അധ്യാപകൻ്റെ മകനാണ്. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ, ഇബ്നു ഖബറുൻ മർഫൂൻ. അപ്പോൾ അവൻ കുട്ടിയാണ്, സെൻറ്റൻസ് പൂർത്തിയായി. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയണം. അധ്യാപകൻ്റെ മകനാണ്, പുതിയ അധ്യാപകൻ്റെ മകനാണെന്നൊക്കെ കുറച്ചും കൂടി നമുക്ക് വിവരം തരാണ്. അപ്പോൾ ഇബ്നുൽ മുദർരിസി അധ്യാപകൻ്റെ മകനാണ്. അപ്പോൾ ഇബ്നു ഖബറുൻ വഹുവ മുദാഫ്, അൽ മുദർരിസി മുദാഫിലെ മജ്റൂർ. അപ്പോൾ അൽ മുദർരിസി മജ്റൂറായി, എന്തുകൊണ്ട്? അത് മുദാഫിലെയാണ്. നമുക്കറിയാം മുദാഫിലെ എപ്പോഴും മജ്റൂറാണ്, കസറാണ്. അപ്പോൾ അൽ മുദർരിസി മജ്റൂർ ആയതുകൊണ്ട് ഇനി അതിനെ വിശേഷിപ്പിക്കുന്ന എന്ത് ഇസ്മ വന്നാലും, കബീറാകട്ടെ, ജദീദാകട്ടെ, കസീറാകട്ടെ, എന്ത് ഇസ്മ വന്നാലും ആ ഇസ്മിന് എന്തായിരിക്കും അടയാളം? കസർ. അപ്പോൾ നായത്ത് എന്തായിരിക്കണം? കസർ. കാരണം അൽ മുദർരിസി മുദാഫിലെയാണ്ട് കസറായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന എന്ത് ഇസ്മ വന്നാലും, അപ്പോൾ ഇവിടെ കൊടുത്തത് അൽ ജദീദാണ്, അപ്പോൾ അൽ ജദീദ് എന്തായിരിക്കണം? കസറായിരിക്കണം. അൽ ജദീദി ഹുവ ഇബ്നുൽ മുദർരിസിൽ ജദീദി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഹർക്കത്തിട്ടിട്ട് നമ്മൾ വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അർത്ഥം അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പിന്നെ ബ്രാക്കറ്റിൽ എന്താണ് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വെച്ച് പൂരിപ്പിക്കുന്ന ഇസ്മുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇസ്മിന് അലിഫ്ലാം ഇടേണ്ടടുത്ത് അലിഫ്ലാം ഇടണം. പിന്നെ
അലിഫ്ലാം ഉള്ളിടത്ത് അലിഫ്ലാം വേണ്ടെങ്കിൽ അലിഫ്ലാം ഇടരുത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അലിഫ്ലാം ഇടേണ്ടടുത്ത് അലിഫ്ലാം ഇടാം, അലിഫ്ലാം വേണ്ടാത്തടത്ത് അലിഫ്ലാം ഇടരുത്. അപ്പോൾ മന്നൂത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ നായത്തിന് എന്തുണ്ടാവും? അലിഫ്ലാം ഉണ്ടാവും. മന്നൂത്തിന് അലിഫ്ലാം ഇല്ലെങ്കിൽ നായത്തിന് അലിഫ്ലാം ഇടാൻ പാടില്ല. അപ്പോൾ ആദ്യത്തത് ഐനൽ മുദർരിസു, ബ്രാക്കറ്റിൻ്റെ കൊടുത്ത് ജദീദ. അപ്പോൾ അൽ മുദർരിസു അലിഫ്ലാമുണ്ട്. അപ്പോൾ ഐനൽ മുദർരിസുൽ ജദീദു, പുതിയ അധ്യാപകൻ എവിടെ? അത്താജിറു, ബ്രാക്കറ്റിൽ കൊടുത്ത കബീറാണ്. അപ്പോൾ അത്താജിറു മുബ്തദയായോണ്ട് അലിഫ്ലാമുണ്ട്. അപ്പോൾ കബീറിന് എന്തുണ്ടാവണം? അലിഫ്ലാം ഉണ്ടാവണം, മർഫു ആയിരിക്കണം. കാരണം മുബ്തദ മർഫു ആയതുകൊണ്ട് അതിൻ്റെ വിശേഷിപ്പിക്കുന്ന നായത്ത് മർഫു ആയിരിക്കണം. മുബ്തദക്ക് അലിഫ്ലാമുണ്ട്, അപ്പോൾ നായത്തിന് അലിഫ്ലാം ഉണ്ടാവണം. അപ്പോൾ അത്താജിറുൽ കബീറു ഫിസ്സൂക്കി. അടുത്തത് അന ത്വാലിബുൻ ഖദീമുൻ, അലിഫ്ലാം ഇടണോ? വേണ്ട. കാരണം എന്താ? ത്വാലിബ് ഖബറാണ്, ഖബറിന് അലിഫ്ലാമില്ല. അപ്പോൾ ഖബറിന് അലിഫ്ലാമില്ല, അതാണ് മന്നൂത്ത്. ആ ത്വാലിബിനെയാണ് ഇനി വിശേഷിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ത്വാലിബിന് അലിഫ്ലാം ഇല്ലാത്തത് കൊണ്ട്, ഖബറായത് കൊണ്ട്, ഒറ്റ വാക്കിൽ വരുന്ന ഖബറിന് അലിഫ്ലാം ഉണ്ടാവില്ല സാധാരണയായിട്ട്. അധിക പ്രാവശ്യം അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പോൾ ത്വാലിബുൻ ഖദീമുൻ, അപ്പോൾ ഖദീമിന് അലിഫ്ലാം ഇടാൻ പാടില്ല. ഇതാണ് ഈ എക്സസൈസ്. അലിഫ്ലാം വേണ്ടിടത്ത് അലിഫ്ലാം ഇടണം, അലിഫ്ലാം ഇല്ലാത്തടത്ത് നായത്തിന് അലിഫ്ലാം ഇടാൻ പാടില്ല. ജലസ ത്വാലിബു അൽ ജദീദു ഖൽഫ ഹാമിദിൻ, അൽഫ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പിന്നിൽ പുതിയ വിദ്യാർത്ഥി ഇരുന്നു. അപ്പോൾ ജലസ ത്വാലിബു, ഫായിലാണ് ത്വാലിബ്, വിദ്യാർത്ഥിയാണ് ആ ഇരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഫായിലാണ് ത്വാലിബ്, അതിന് മർഫു, അതിന് മർഫു ആണ്, അതിന് അലിഫ്ലാമുണ്ട്. അപ്പോൾ ജദീദിനും എന്തുണ്ടാവണം? ജദീദിനുള്ള പൂരിപ്പിക്കേണ്ട നായത്ത് ഇസ്മ. അപ്പോൾ ജദീദിനും എന്താവണം? അലിഫ്ലാമും ഉണ്ടാവണം, അത് മർഫു ആയിരിക്കണം. അപ്പോൾ ആ ജലസ ത്വാലിബുൽ ജദീദു ഖൽഫ മുഹമ്മദിൻ, കാരണം ഖൽഫ വന്നുകൊണ്ട് അടുത്ത ഇസ്മ എന്തായിരിക്കണം? ഖൽഫ ലർഫാണ്, അടുത്ത ഇസ്മ എന്തായിരിക്കണം? മജ്റൂറായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ലർഫ് ഖബർ എന്ന് പറയാൻ പാടില്ല, കാരണം ഇതിന് മുബ്തദ ഇല്ല, ഇത് ജുംല ഫീലിയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ, ഇത് ജുംല ഫീലിയാണ്. അപ്പോൾ ഖൽഫ വന്നു, അപ്പോൾ ഖൽഫ ലർഫ് എന്ന് പറയും, പക്ഷേ ഖബർ എന്ന് പറയൂല, കാരണം ഇതിന് മുബ്തദ ഇല്ല, ഇത് ജുംല ഫീലിയ ആണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ, ഇവിടെ ഖൽഫ വന്നു, അപ്പോൾ അത് ലർഫാണ്. അപ്പോൾ ലർഫ് ഖബർ എന്ന് പറയൂല, കാരണം ഇതിന് മുബ്തദ ഇല്ല, ഇത് ജുംല ഫീലിയ ആണ്. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് മനിൽ വലതു അത്തവീലു, ആ കുട്ടിനെ വിശേഷിപ്പിക്കുക, തവീലാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ മനിൽ വലതു അത്തവീലു അല്ലദി ഖറജ അലാന മിനൽ ഫസ്ലി. ബാക്കോട്ട് നോക്കാം. ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടതായ ആ നീളമുള്ള വിദ്യാർത്ഥി ആരാണ്? ഓക്കെ, ഈ അല്ലദി ഇസ്മ മൗസൂൽ, അതിന് ശേഷം വരുന്ന സിലത്തുൽ മൗസൂൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അമ്മാറുൻ വലതുൻ കസീറുൻ, കുറുതായൊരു കുട്ടിയാണ് അമ്മാർ. അപ്പോൾ അമ്മാറുൻ മുബ്തദഉൻ മർഫൂൻ. ഓക്കെ, അപ്പോൾ മുബ്തദയായോണ്ട് അമ്മാറുൻ മർഫു ആണ്. ഇസ്മുകൾക്ക് അലിഫ്ലാം ഇടോ? ഇല്ല. അൽ അമ്മാറു എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അമ്മാർ അലിഫ്ലാം ഇല്ലാണ്ട് തന്നെ മാരിഫയാണ്. അപ്പോൾ അമ്മാറിന് അലിഫ്ലാം ഇടണ്ട, മുബ്തദ എന്ന് പറഞ്ഞിട്ട് അലിഫ്ലാം ഇടണ്ട, കാരണം അമ്മാർ ഒരു ഇസ്മാണ്. അപ്പോൾ ചില ഇസ്മുകൾ അലിഫ്ലാമോടെ വരും, അതിന് പ്രശ്നമില്ല, അത് മാരിഫ ആയതുകൊണ്ട് അലിഫ്ലാം ഇട്ടതല്ല. ഇപ്പോൾ അൽ ഹുസൈനു, അത് ആ പേരിൻ്റെ കൂടെ തന്നെ അലിഫ്ലാം ഉണ്ട്, അൽ ഹുസൈനു, അത് മാരിഫ ആക്കാൻ അലിഫ്ലാം ഇടുന്നതല്ല. ഓക്കെ, കാരണം അത് വെറുതെ പറഞ്ഞാലും ഒരു സെൻറ്റൻസ് ഇല്ലാതെ പറഞ്ഞാലും അത് അൽ ഹുസൈനു എന്ന് തന്നെ ആയിരിക്കും. അവിടെ മുബ്തദയല്ലല്ലോ, ജസ്റ്റ് അൽ ഹുസൈൻ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മുബ്തദയല്ല, ആ പേരിൻ്റെ കൂടെ തന്നെ അലിഫ്ലാം വന്നതാണ്. പക്ഷേ അധിക പേരും ഭൂരിപക്ഷ പേരും അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പോൾ അതിന് അലിഫ്ലാം ഇടണ്ട മുബ്തദ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അമ്മാറു എന്നേ പറയുള്ളൂ, അൽ അമ്മാറു എന്ന് പറയൂല. മുഹമ്മദുൻ അൽ മുഹമ്മദു എന്നാക്കൂല, കാരണം അലിഫ്ലാം ഇടണ്ട മുബ്തദക്ക്, പേരുകൾക്ക്, സ്ഥലത്തിൻ്റെ പേര്, ആളുകളുടെ പേര്. ചില സ്ഥലത്തിൻ്റെ പേര് അലിഫ്ലാമോടെ വന്നാൽ അത് അലിഫ്ലാം ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ കൂടെ ഉള്ളതാണ്,
അത് മാരിഫി ആക്കാൻ വേണ്ടിയിട്ട് അലിഫ്ലാം ഇടുന്നതല്ല. കാരണം ഒറ്റക്ക് പറയുമ്പോഴും അതിന് അലിഫ്ലാമോടെയാണ് പറയുക. ഒരു സെൻറ്റൻസ് ഇല്ലെങ്കിലും അലിഫ്ലാമോടെയാണ് പറയുക. അപ്പോൾ എമ്മാറുൻ വലതുൻ കസീറുൻ. അപ്പോൾ വലതിനെ വിശേഷിപ്പിക്കുകയാണ് കസീർ. അപ്പോൾ അലിഫ്ലാം ഇടോ? ഇല്ല. കാരണം എന്താ? വലത് ഖബറാണ്. ആ ഒറ്റ വാക്കിൽ വരുന്ന ഖബറിന് അലിഫ്ലാം ഭൂരിപക്ഷ സമയത്ത് ഉണ്ടാവില്ല, അധിക സമയത്ത് ഉണ്ടാവില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. അപ്പോൾ വലതുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അലിഫ്ലാം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നായത്ത് വിശേഷിപ്പിക്കുന്നതിന് അലിഫ്ലാം ഇടാൻ പാടില്ല. അപ്പോൾ വലതുൻ കസീറുൻ, വലതുൻ അൽ കസീറു എന്ന് പറയൂല, അലിഫ്ലാം ഇടരുത്. കാരണം ഖബറിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഫൈസലുൻ തബീബുൻ ഷഹീറുൻ, അതേപോലെ തന്നെ പ്രസിദ്ധമായ ഡോക്ടറാണ് ഫൈസൽ. അപ്പോൾ ഫൈസലുൻ അലിഫ്ലാം ഇടൂല, മുബത്തദ എന്നിട്ട് അലിഫ്ലാം ഇടരുത്, കാരണം പേരാണ്. ഫൈസലുൻ മുബത്തദുൻ മർഫൂൻ, തബീബുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ, ഷഹീറുൻ അതുകൊണ്ട് അലിഫ്ലാം ഇടൂല അതിൻ്റെ നാത്ത്. കാരണം ഈ ഖബറിനെ അലിഫ്ലാം ഇല്ലാത്ത ഖബറിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഷഹീറിനും എന്തിടാൻ പാടില്ല? അലിഫ്ലാം ഇടാൻ പാടില്ല. തബീബുൻ മർഫൂവാണ്, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ മർഫൂവാണ്. അപ്പോൾ ഷഹീറിനും എന്തായിരിക്കണം? മർഫൂ ആയിരിക്കണം. പിന്നെ അടുത്തത് ലിമൻ ഹാദ സരീറുൽ മക്സൂറു. ലിമൻ ഹാദ സരീറു, ഈ കട്ടിൽ ആരുടേതാണ്? എങ്ങനത്തെ കട്ടിൽ? വിശേഷണം എന്താ? പൊട്ടിയത്. അപ്പോൾ സരീറിന് അലിഫ്ലാം ഉണ്ടോ? അലിഫ്ലാം ഉണ്ട്. എന്തുകൊണ്ട് അലിഫ്ലാം വന്നു? ഹാദ സരീറു, ഈ കട്ടിൽ എന്ന് പറയണം. ഈ കട്ടിൽ എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? ആ ഇസ്മു ഇഷാര ഹാദക്ക് ശേഷം ആ കട്ടിലിന് അലിഫ്ലാം ഇടണം, സരീറിന് അലിഫ്ലാം ഇടണം, എന്നാലേ ഈ കട്ടിൽ നിന്നാവുള്ളൂ. അപ്പോൾ ഹാദ സരീറു, ഈ കട്ടിൽ, അത് ബദലാണ്. സരീർ നമ്മൾ പഠിച്ചതാണ്. ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നാൽ അത് ബദലാണ്. അപ്പോൾ പരിഭാഷ ഈ കട്ടിൽ നിന്നാണ് വരാം. അപ്പോൾ ആ കട്ടിലിനെ വിശേഷിപ്പിക്കണം, പൊട്ടിയ കട്ടിൽ. അപ്പോൾ ആ കട്ടിലിന് അലിഫ്ലാം വന്നു. എന്തുകൊണ്ട്? അത് ബദലാണ്. എന്തുകൊണ്ട് ബദലായി? ഹാദക്ക് ശേഷം വന്നതാണ്. അപ്പോൾ ഇസ്മു ഇഷാരയ്ക്ക് ശേഷം വന്നതുകൊണ്ട് അലിഫ്ലാം ഇട്ടു. അപ്പോൾ ഈ കട്ടിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ആ സരീറിനെ വിശേഷിപ്പിക്കുന്ന മക്സൂറിനും എന്തുണ്ടാകണം? അലിഫ്ലാം ഉണ്ടാകണം. അപ്പോൾ ഹാദ സരീറുൽ മക്സൂറു, അതിന് അലിഫ്ലാം വന്നു. ഹാദ കലമുൻ മക്സൂറുൻ, ഇത് പൊട്ടിയ പേനയാണ്. അപ്പോൾ ഹാദ മുബത്തദഉൻ മർഫൂൻ, കലമുൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അപ്പോൾ അതിന് അലിഫ്ലാം ഉണ്ടാവില്ല, അത് മർഫൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷണം നാത്തു എന്തായിരിക്കണം? മക്സൂറുൻ, പൊട്ടിയ പേന. ഹാദ കലമുൻ മക്സൂറുൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബറിന് അലിഫ്ലാം ഉണ്ടാവില്ല, അത് മർഫൂ ആയിരിക്കും. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന എന്ത് ഇസ്മ വന്നാലും ഹാദ കലമുൻ കബീറുൻ, ഹാദ കലമുൻ സഗീറുൻ, ഹാദ കലമുൻ മക്സൂറുൻ, അലിഫ്ലാം ഇടാൻ പാടില്ല, മർഫൂ ആയിരിക്കണം. ഐന സക്കീനുൽ ഹാദു, മൂർച്ചയുള്ള കത്തി എവിടെ? അപ്പോൾ സക്കീൻ അലിഫ്ലാം വന്നു. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന മൂർച്ചയുള്ള ഹാദിനും എന്ത് വരണം? അലിഫ്ലാം വരണം. ബാറകല്ലാഹു ഫീക്കും.